ഐറിസ് ആർട്സ് സെന്റർ നടത്തുന്ന കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 23 വരെയാണ് പ്രദർശനം നടക്കുന്നത്. ഐറിസ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന സമ്മർ ആർട്ട് എക്സിബിഷൻ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ഇഷാന എസ്പാൽ ഉദ്ഘാടനം ചെയ്തു. ചിത്രം വരച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചിത്രം പഠിക്കുന്നതിന് വിനോദാശത്താണ് ഐറിസ് ചിത്രകലാകാരന്. അപ്പോൾ ഐറിസിൻ്റെ ആ ഒരു എക്സിബിഷനിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്കെച്ച് ബുക്ക് നമ്മങ്ങനെ വെറുതെ വരക്കുന്നതാണ് വീട്ടിൽ എങ്കിൽ പോലും അതിനും കൂടി ഒരു പ്രാധാന്യമുണ്ട്. കുട്ടികൾ ചെയ്യുന്ന വെറുതെ എഴുതുന്നത്, വരക്കുന്നത്, ചില പേപ്പറിൽ മുറിച്ച് ഒട്ടിച്ചിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അക്ഷരങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കെച്ച് ബുക്ക് നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ ഏറ്റവും പുറകിൽ സ്കെച്ച് ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു എക്സിബിഷൻ ഇപ്രാവശ്യത്തത് പ്ലാൻ ചെയ്തത്. ഇതിൽ നിന്ന് ഫ്രെയിം ചെയ്ത് ഇതിനു മുമ്പൊക്കെ ചെയ്തത് ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഭംഗിയായിട്ട് അവർ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത പെയിൻറ്റിംഗ് ആണ്. ഇത് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് ചെയ്ത് അതേ സമയത്ത് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ വരച്ച ചിത്രങ്ങൾ കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 45 കുട്ടികളാണ് ഈ ഷോയിൽ പങ്കെടുക്കുന്നത്. അധികം ചിത്രങ്ങൾ ഈ വെക്കേഷൻ്റെ സമയങ്ങളിൽ ഈ ഇടയ്ക്കൊക്കെ ചെയ്ത ചിത്രങ്ങളാണുള്ളത്. ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ കുറച്ച് മുതിർന്ന കുട്ടികളുണ്ട്. ജില്ലയിലെ 45 കുട്ടികൾ പ്രദർശനത്തിൽ പങ്കെടുത്തു. താളുകൾ മറച്ചു നോക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾ തയ്യാറാക്കിയ സ്കെച്ച് ബുക്കുകൾ, ഉണങ്ങിയ ഇലകളിൽ പെയിന്റ് ചെയ്ത മനോഹരമാക്കിയ ക്രാഫ്റ്റ് വർക്കുകൾ, കാൻവാസിലും പേപ്പറിലും ചെയ്ത കലാസൃഷ്ടികൾ തുടങ്ങി വ്യത്യസ്ത മാധ്യമങ്ങളിൽ രചിച്ച കലാസൃഷ്ടികൾ ശ്രദ്ധേയമായി. പത്രത്താളുകൾ, മാഗസിൻ, കാർഡ്ബോർഡ് എന്നിവയെല്ലാം ചേർത്ത് കഥയും ചിത്രവും ചേർന്ന സപ്തനയുടെ ചിത്രപുസ്തകം, ജോന അർഡുൻ വരച്ച ഇലസ്ട്രേഷൻ ചിത്രങ്ങൾ, സാംവേദ് പ്രസാദിന്റെ ഡൂഡിൽ ആർട്ട് എന്നിവ പ്രദർശനത്തിനെത്തിയ ആസ്വാദകരുടെ മനം കവർന്നു. പ്രദർശനം 23-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.